ഓം ശാന്തി 28/3/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ വളരെ ഭാഗ്യശാലികളാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയല്ലാതെ വേറൊരു ചിന്തയും ഇല്ല. ഈ ബാബയ്ക്ക്, അതായത് ബ്രഹ്മബാബയ്ക്ക് പിന്നെയും വളരെ ചിന്തകൾ വരാറുണ്ട്. ചോദ്യം: ബാബയുടെ അടുക്കലുള്ള സൽപുത്രരായ കുട്ടികളുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: സർവരുടെയും ബുദ്ധിയോഗം അവർ ഒരു ബാബയുമായി ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സർവീസബിൾ ആയിരിക്കും. നല്ലതുപോലെ പഠിച്ച് മറ്റുള്ളവരെയും പഠിപ്പിക്കും. ബാബയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവരായിരിക്കും. ഇങ്ങനെയുള്ള സൽപുത്രരായ കുട്ടികൾ തന്നെയാണ് ബാബയുടെ പേര് പ്രസിദ്ധമാക്കുന്നത്. നല്ലതുപോലെ പഠിക്കാത്തവർ മറ്റുള്ളവരെയും ചീത്തയാക്കും. ഇതും ഡ്രാമയിലുള്ളതാണ്. ഗീതം: മാതാപിതാവിന്റെ ആശീർവാദം നേടൂ. ഓം ശാന്തി. ഓരോ വീട്ടിലും അച്ഛനും അമ്മയും പിന്നെ 2-4 കുട്ടികളും കാണും. മാതാപിതാക്കളുടെ ആശീർവാദം വാങ്ങിക്കാറുണ്ട്. അത് പരിധിയുള്ള കാര്യമാണ്. ഈ പാട്ട് പരിധിയുള്ളതിനെക്കുറിച്ച് പാടിയതാണ്. പരിധിയില്ലാത്തതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ അറിയാം, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ ആൺമക്കളും പെൺമക്കളുമാണ്. പരിധിയുള്ള മാതാപിതാക്കളുടെ ആശീർവാദം വാങ്ങിക്കൂ. അത് പരിധിയുള്ള മാതാപിതാക്കളാണ്. ഇത് പരിധിയില്ലാത്ത മാതാപിതാവാണ്. പരിധിയുള്ള അച്ഛനും അമ്മയും കുട്ടികളെ സംരക്ഷിക്കുന്നു. പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് പരിധിയില്ലാത്ത അച്ഛനും അമ്മയുമാണ്. പരിധിയില്ലാത്ത ടീച്ചർ, പരിധിയില്ലാത്ത സദ്ഗുരു, സുപ്രീം ഫാദർ, സുപ്രീം ടീച്ചർ, സുപ്രീം സദ്ഗുരുവുമാണ്. സത്യം പറയുന്ന, സത്യം പഠിപ്പിക്കുന്ന ആളാണ്. കുട്ടികൾ നമ്പർ വൈസ് ആയിരിക്കുമല്ലോ. ലൗകിക വീട്ടിൽ 2-4 കുട്ടികളുണ്ടെങ്കിൽ അവരെ നല്ലതുപോലെ സംരക്ഷിക്കേണ്ടി വരും. ഇവിടെ എത്ര കുട്ടികളാണ് ഉള്ളത്? എത്രയോ സെന്ററുകളിൽ നിന്നും കുട്ടികളെക്കുറിച്ച് വാർത്തകൾ വരാറുണ്ട്. ഇന്ന കുട്ടി ഇങ്ങനെയാണ്, ആസുരീയ പ്രവൃത്തികൾ ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, വിഘ്നമിടുന്നു. ഈ ബാബയ്ക്ക് ചിന്ത വരില്ലേ? പ്രജാപിതാവ് ഇദ്ദേഹമല്ലേ? എത്രയോ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് നല്ലതുപോലെ ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കും. ഇദ്ദേഹത്തിനാണെങ്കിൽ ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നുണ്ട്. ഒരു ബാബയെക്കുറിച്ചുള്ള ചിന്തയും ഉണ്ട്. ആയിരക്കണക്കിന് ചിന്തകൾ വേറെയും ഉണ്ട്. എത്രയോ കുട്ടികളെ സംരക്ഷിക്കേണ്ടി വരുന്നു. മായയും വളരെ വലിയ ശത്രുവാണ്. നല്ലതുപോലെ ചിലരെ തൊലി ഉരിച്ചു കളയുന്നു, ചിലരെ മൂക്കിന് പിടിക്കുന്നു, ചിലരെ കുടുമിക്ക് പിടിക്കുന്നു. ഇത്രയും കുട്ടികളെക്കുറിച്ചും ചിന്തിക്കേണ്ടി വരുന്നു. പിന്നെ പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുകയും വേണം. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ കുട്ടികളാണ്. ബാബയുടെ ശ്രീമതം അനുസരിച്ച് നടന്ന് ബാബയിൽ നിന്നും എന്തുകൊണ്ട് സമ്പത്തെടുത്തുകൂടാ എന്നും നിങ്ങൾ വിചാരിക്കാറുണ്ട്. സർവരും ഒരുപോലെ പോകില്ലല്ലോ. കാരണം രാജധാനി സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റാരുടെയും ബുദ്ധിയിൽ വരില്ല. ഇത് വളരെ ഉയർന്ന പഠിത്തമാണ്. ചക്രവർത്തി പദവി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ രാജധാനി സ്ഥാപിക്കപ്പെട്ടതെന്ന് അറിയാനാവില്ല. ഈ രാജധാനി സ്ഥാപിക്കുന്ന കാര്യം വളരെ അതിശയമാണ്. നിങ്ങളിപ്പോൾ അനുഭവികളാണ്. നമ്മൾ ആരായിരുന്നു, പിന്നെങ്ങനെ 84 ജന്മം എടുത്തു എന്നത് ആദ്യം ഇദ്ദേഹത്തിനും അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. നിങ്ങളും പറയുന്നു, ബാബ താങ്കൾ അതേ ആൾ തന്നെയാണ്. ഇത് നന്നായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ സമയത്ത് ബാബ വന്ന് സർവ്വ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു.
എത്ര വലിയ കോടിപതിയോ ലക്ഷപ്രഭുക്കന്മാരോ ഈ സമയത്തുണ്ടെങ്കിലും ബാബ പറയുന്നു, ഇതെല്ലാം മണ്ണിലേക്ക് പോകും. ബാക്കി ഇനി എത്ര സമയമുണ്ട്? ലോകത്ത് എന്തെല്ലാം നടക്കുന്നുവെന്ന് നിങ്ങൾ റേഡിയോയിലൂടെയും പത്രങ്ങളിലൂടെയും മനസ്സിലാക്കുന്നുണ്ട്. ദിവസം തോറും വഴക്കുകൾ കൂടി വരുന്നു. കെട്ടുപിണഞ്ഞു തന്നെ കിടക്കുന്നു. എല്ലാവരും പരസ്പരം വഴക്കടിച്ചും പോരാടിയും മരിക്കുന്നു. തയ്യാറെടുപ്പുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന്. എന്ത് സംഭവിച്ചു, എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നൊന്നും ലോകത്തിലുള്ളവർക്ക് അറിയില്ല. നിങ്ങളിലും വളരെ കുറച്ചു പേർ മാത്രമേ പൂർണമായും മനസ്സിലാക്കി സന്തോഷത്തോടെ ഇരിക്കുന്നുള്ളൂ. ഈ ലോകത്തിൽ ഇനി കുറച്ചു ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ കർമാതീത അവസ്ഥ നേടണം. ഓരോരുത്തരും അവരവർക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിനനുസരിച്ച് ഫലം കിട്ടും. പുരുഷാർത്ഥം ചെയ്യുകയും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും വേണം. വഴി പറഞ്ഞു കൊടുക്കണം. ഈ പഴയ ലോകം നശിക്കണം. ഇപ്പോൾ പുതിയ ലോകം സ്ഥാപിക്കുവാൻ വേണ്ടി ബാബ വന്നിരിക്കുകയാണ്. നിങ്ങൾ വിനാശത്തിനു മുൻപേ പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനു വേണ്ടി പഠിക്കൂ. ഭഗവാൻ ഉച്ചരിച്ചതാണ്, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ഓമന മക്കളെ, നിങ്ങൾ ഒരുപാട് ഭക്തി ചെയ്തു. പകുതി കൽപ്പം നിങ്ങൾ രാവണ രാജ്യത്തിലായിരുന്നില്ലേ? രാമൻ എന്ന് ആരെയാണ് പറയുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. രാമരാജ്യം എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ഇതെല്ലാം നിങ്ങൾ ബ്രാഹ്മണർക്കറിയാം. നിങ്ങളിലും ഒന്നും അറിഞ്ഞുകൂടാത്ത പലരുമുണ്ട്. സർവരുടെയും ബുദ്ധിയോഗം ഒരു ബാബയോടൊപ്പം യോജിപ്പിക്കുന്ന സൽപുത്രരായ കുട്ടികൾ ബാബയ്ക്കുണ്ട്. സർവീസബിളായ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾ ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. അയോഗ്യരാകുന്നവരുമുണ്ട്. സേവനത്തിന് പകരം ഡിസർവീസ് ചെയ്താൽ അവരുടെ ബുദ്ധിയോഗം ബാബയിൽ നിന്നും മുറിഞ്ഞു പോകുന്നു. ഇതും ഡ്രാമയിൽ ഉള്ളതാണ്. ഡ്രാമയനുസരിച്ച് ഇങ്ങനെ നടക്കേണ്ടത് തന്നെയാണ്. പൂർണമായും പഠിക്കാത്തവർ എന്തു ചെയ്യും? മറ്റുള്ളവരെയും നശിപ്പിക്കും. അതുകൊണ്ട് കുട്ടികളോട് പറയുന്നു, ബാബയെ ഫോളോ ചെയ്യൂ. സേവാധാരികളായ ബാബയുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച കുട്ടികളുടെ കൂട്ടുകൂടണം. ആരോട് കൂട്ടുകൂടണം എന്ന് ചോദിക്കുവാൻ സാധിക്കും. ഇവരുടെ കൂട്ടുകൊള്ളാം എന്ന് ബാബ പെട്ടെന്ന് ഉത്തരം തരും. ഒരുപാട് കുട്ടികൾ തെറ്റായ കൂട്ട് കൂടുന്നുണ്ട്. നല്ല കൂട്ടുകെട്ട് ഉയർത്തും, മോശമായ കൂട്ടുകെട്ട് താഴ്ത്തും എന്ന് പറയാറുണ്ട്. കൂട്ടുകെട്ട് മോശമായാൽ പൂർണമായും നശിച്ചു പോകും. വീടുകളിലും ദാസദാസിമാരെ വേണം. പ്രജകൾക്കും ജോലിക്കാരെ വേണമല്ലോ. രാജധാനി പൂർണമായും സ്ഥാപിക്കപ്പെടുകയാണ്. ഇതിൽ ബുദ്ധി വളരെ വിശാലമായിരിക്കണം. പരിധിയില്ലാത്ത ബാബയെ കിട്ടി, അതുകൊണ്ട് ശ്രീമതം അനുസരിച്ച് നടക്കൂ. ഇല്ലെങ്കിൽ വെറുതെ പദവി പോകും. ഇത് പഠിത്തമാണ്. ഇതിൽ തോറ്റുപോയാൽ ജന്മജന്മാന്തരം കൽപ്പകൽപ്പാന്തരം തോറ്റുപോകും. നല്ലതുപോലെ പഠിച്ചാൽ കൽപ്പകൽപ്പാന്തരം നല്ലതുപോലെ പഠിക്കും. പൂർണമായും പഠിക്കുന്നില്ലെങ്കിൽ എന്ത് പദവി കിട്ടും എന്ന് മനസ്സിലാക്കി തരുന്നു. നമ്മൾ സേവനമൊന്നും ചെയ്യുന്നില്ലെന്ന് സ്വയവും മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെക്കാൾ സമർത്ഥരായവരുണ്ട്. സമർത്ഥമായവരെയാണ് പ്രഭാഷണങ്ങൾക്കൊക്കെ വിളിക്കുന്നത്. അപ്പോൾ സമർത്ഥരായവർ തീർച്ചയായും ഉയർന്ന പദവി നേടും. നമുക്കിത്രയും സേവനം ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉയർന്ന പദവിയും നേടുവാൻ സാധിക്കില്ല. ടീച്ചർക്ക് വിദ്യാർത്ഥിയെ മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. ദിവസവും പഠിക്കുന്നവരുടെ രജിസ്റ്റർ ടീച്ചറിന്റെ പക്കൽ ഉണ്ടാകും. പഠിത്തത്തിന്റെയും സ്വഭാവത്തിന്റെയും രജിസ്റ്റർ വയ്ക്കാറുണ്ട്. ഇവിടെയും ഇങ്ങനെയാണ്. ഇവിടെ പിന്നെ ഏറ്റവും മുഖ്യമായ കാര്യം യോഗമാണ്. നല്ലതുപോലെ യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ പെരുമാറ്റവും നല്ലതായിരിക്കും. പഠിത്തത്തിൽ ചിലപ്പോൾ
അഹങ്കാരം വരാറുണ്ട്. ഓർമ്മിക്കുവാനായി ഗുപ്തമായി പരിശ്രമിക്കണം. ഞങ്ങൾക്ക് യോഗം ചെയ്യുവാൻ സാധിക്കുന്നില്ല ബാബ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ വാർത്ത കിട്ടാറുണ്ട്. ബാബ പറയുന്നു, യോഗം എന്ന വാക്ക് മാറ്റൂ. സമ്പത്ത് തരുന്ന ബാബയെ നിങ്ങൾക്ക് ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ലേ? അതിശയം തന്നെ. ബാബ പറയുന്നു, അല്ലയോ ആത്മാക്കളെ, നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കുവാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ യോഗാഗ്നിയിലൂടെ പാപം ഇല്ലാതാകും. ഭക്തിമാർഗത്തിൽ മനുഷ്യർ എത്രമാത്രം കഷ്ടപ്പെടുന്നു. കുംഭമേളയുടെ സമയത്ത് എത്ര തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നു, എത്ര ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു. ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ ഒരേ ഒരു പ്രിയതമന്റെ സത്യമായ പ്രിയതമമാരായി ഓർമ്മിക്കും. ചുറ്റിക്കറങ്ങാൻ പോയാലും പൂന്തോട്ടത്തിൽ പോയി ഏകാന്തമായിരുന്ന് ഓർമ്മിക്കും. പരദൂഷണം നടത്തിയാൽ വായുമണ്ഡലം ചീത്തയാകും. അതുകൊണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ച് ബാബയെ ഓർമ്മിക്കുവാൻ പ്രാക്ടീസ് ചെയ്യൂ. സത്യമായ പ്രിയതമന്റെ ഫസ്റ്റ് ക്ലാസ് പ്രിയതമമാരായി മാറൂ. ബാബ പറയുന്നു, ദേഹധാരികളുടെ ഫോട്ടോ വരരുത്. ഓർമ്മിക്കുവാൻ വേണ്ടി ഒരു ശിവബാബയുടെ മാത്രം ഫോട്ടോ വയ്ക്കൂ. സൃഷ്ടി ചക്രത്തിനെയും ഓർമ്മിക്കൂ. ത്രിമൂർത്തിയുടെയും ചക്രത്തിന്റെയും ചിത്രം ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ മുഴുവൻ ജ്ഞാനവും വരുന്നുണ്ട്. നിങ്ങളുടെ സ്വദർശന ചക്രധാരി എന്ന പേര് അർത്ഥസഹിതമാണ്. പുതിയവർക്ക് ഇങ്ങനെയുള്ള പേര് കേട്ടാൽ ഒന്നും മനസ്സിലാകില്ല. ഇത് നിങ്ങൾ കുട്ടികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിലും ചിലർ നല്ലതുപോലെ ഓർമ്മിക്കുന്നു. വളരെ പേർ ഓർമ്മിക്കുന്നതേയില്ല. തന്റെ തന്നെ വയറ്റത്തടിക്കുന്നു. പഠിക്കുവാൻ വളരെ എളുപ്പമാണ്. ബാബ പറയുന്നു, സൈലൻസിലൂടെ നിങ്ങൾ സയൻസിന്റെ മേൽ വിജയം നേടണം. സൈലൻസിന്റെയും സയൻസിന്റെയും രാശി ഒന്ന് തന്നെയാണ്. മിലിറ്ററിയിലും 3 മിനിറ്റ് നിശബ്ദമായി ഇരുത്താറുണ്ട്. നമുക്ക് ശാന്തി കിട്ടണം എന്ന് മനുഷ്യരും ആഗ്രഹിക്കുന്നു. ബ്രഹ്മാണ്ടമാണ് ശാന്തിയുടെ സ്ഥാനം എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ആ ബ്രഹ്മമഹത്തത്വത്തിൽ നമ്മൾ ആത്മാക്കൾ ചെറിയ ബിന്ദുവായി ഇരിക്കുന്നു. ആ സർവാത്മാക്കളുടെയും വൃക്ഷം വളരെ അതിശയമാണ്. ഭൃകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന അത്ഭുത നക്ഷത്രം എന്ന് മനുഷ്യർ പറയാറുണ്ട്. സ്വർണം കൊണ്ടുള്ള ചെറിയ പൊട്ടുണ്ടാക്കി ഭൃകുട്ടിയിൽ വെക്കുന്നു. ആത്മാവും ബിന്ദുവാണ്. ബാബയും ആത്മാവിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. സാധു സന്യാസിമാർക്കും ആത്മാവിനെ കുറിച്ച് അറിയില്ല. ആത്മാവിനെ പോലും അറിയുന്നില്ലെങ്കിൽ പിന്നെ പരമാത്മാവിനെ എങ്ങനെ അറിയാനാണ്? നിങ്ങൾ ബ്രാഹ്മണർ മാത്രമേ ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും അറിയുന്നുള്ളൂ. ഒരു ധർമ്മത്തിലുള്ളവർക്കും അറിയുവാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഇത്രയും ചെറിയ ആത്മാവ് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. സത്സംഗങ്ങളിലൊക്കെ ഒരുപാട് പോകുന്നതല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ബ്രഹ്മാവിനും ഒരുപാട് ഗുരുക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഇവരൊക്കെ ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. ജ്ഞാനമാർഗത്തിൽ ഒരേ ഒരു ഗുരു മാത്രമേ ഉള്ളൂ. ഡബിൾ കിരീടധാരികളായ രാജാക്കന്മാരുടെ മുന്നിൽ സിംഗിൾ കിരീടധാരികളായ രാജാക്കന്മാർ നമസ്കരിക്കുകയും തലകുനിക്കുകയും ചെയ്യുവാൻ കാരണം അവർ പവിത്രമായതുകൊണ്ടാണ്. ആ പവിത്ര രാജാക്കന്മാരുടെ ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട്. പതീതർ പോയിട്ട് അവരുടെ മുന്നിൽ തലകുനിക്കുന്നു. പക്ഷെ ഇവർ ആരാണെന്നോ എന്തിനാണ് നമ്മൾ തലകുനിക്കുന്നതെന്നോ അവർക്കറിയുമോ? സോമനാഥന്റെ ക്ഷേത്രം പണിത് പൂജിക്കുന്നുണ്ട്. പക്ഷെ ബിന്ദുവിനെ എങ്ങനെ പൂജിക്കും? ബിന്ദുവിന് എങ്ങനെ ക്ഷേത്രം പണിയാനാണ്? ഇതെല്ലാം വളരെ ഗുപ്തമായ കാര്യങ്ങളാണ്. ഗീതയിലൊന്നും ഈ കാര്യങ്ങളില്ല. എല്ലാത്തിന്റെയും അധികാരി തന്നെയാണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്.
ഇത്രയും ചെറിയ ആത്മാവിൽ എങ്ങനെയാണ് പാർട്ട് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ആത്മാവും അവിനാശിയാണ്, പാർട്ടും അവിനാശിയാണ്. അത്ഭുതമല്ലേ? ഇതെല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാടകമാണ്. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നാടകം എന്ന് പറയാറില്ലേ? ഡ്രാമയിൽ എന്താണോ ഉള്ളത് അത് തീർച്ചയായും നടക്കും. ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ അവനവനെ കൊണ്ട് തന്നെ പ്രതിജ്ഞ ചെയ്യിക്കണം, എന്ത് സംഭവിച്ചാലും കരയില്ല. ഇന്നയാൾ മരിച്ചു, ആത്മാവ് പോയി, അടുത്ത ശരീരമെടുത്തു, ഇതിൽ കരയാൻ എന്തിരിക്കുന്നു? തിരിച്ചു വരാൻ പറ്റില്ല. കരഞ്ഞുവോ? തോറ്റു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കരയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുവാൻ ബാബ പറയുന്നു. മുകളിൽ ബ്രഹ്മത്തിലിരിക്കുന്ന ആളിനെക്കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആളിനെ കിട്ടി. ഇനി എന്ത് വേണം? ബാബ പറയുന്നു, നിങ്ങൾ എന്നെ, ബാബയെ ഓർമ്മിക്കൂ. ഈ രാജധാനി സ്ഥാപിക്കുന്നതിനു വേണ്ടി ഞാൻ ഒരു പ്രാവശ്യമാണ് വരുന്നത്. ഇതിൽ യുദ്ധം നടത്തേണ്ട ആവശ്യമില്ല. യുദ്ധം നടന്നു കഴിഞ്ഞ് പാണ്ഡവർ മാത്രം അവശേഷിച്ചതായി ഗീതയിൽ കാണിച്ചിരിക്കുന്നു. അവരുടെ കൂടെ ഒരു നായ ഒപ്പം കൂടി. അവസാനം പർവ്വതത്തിൽ വെച്ച് മരിച്ചതായി കാണിക്കുന്നു. വിജയിച്ചു, മരിച്ചു. ഇതെല്ലാം കെട്ടുകഥകളാണ്. ഇതിനെയാണ് ഭക്തിമാർഗം എന്ന് പറയുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾക്ക് ഇതിനോട് വിരക്തി വരണം. പഴയ വസ്തുവിനോട് വെറുപ്പ് വരാറില്ലേ? വെറുപ്പ് എന്ന ശബ്ദം കുറച്ചു കടുത്തതാണ്. വിരക്തി എന്ന അക്ഷരം മാധുര്യമുള്ളതാണ്. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭക്തിയോട് വിരക്തി വരും. ജ്ഞാനത്തിന്റെ പ്രാലബ്ധം സത്യത്രേതായുഗത്തിൽ 21 ജന്മത്തേക്ക് കിട്ടുന്നു. അവിടെ ജ്ഞാനത്തിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വാമമാർഗത്തിൽ പോകുമ്പോൾ പടിയിറങ്ങുന്നു. ഇപ്പോൾ അന്തിമമാണ്. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ പഴയ ലോകത്തിനോട് വിരക്തി വരണം. നിങ്ങളിപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി ഇനി ദേവതയാകും. മറ്റു മനുഷ്യർ എന്തറിയാനാണ്? വിരാട്ട രൂപത്തിന്റെ ചിത്രമുണ്ട്, പക്ഷെ അതിൽ കുടുമിയുമില്ല, ശിവനുമില്ല. ദേവത, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്നു. ശൂദ്രനിൽ നിന്ന് ദേവതയാകുന്നത് ആരാണ്? എങ്ങനെയാണ്? ഇതൊന്നും അറിയുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ എത്ര സമ്പന്നരായ ദേവതകളായിരുന്നു, പിന്നെ ആ ധനമെല്ലാം എവിടെ പോയി? തല കുമ്പിട്ട് നെറ്റി പൊട്ടിച്ച് പൈസയെല്ലാം കളഞ്ഞു. ഇന്നലത്തെ കാര്യമാണ്. നിങ്ങളെ ഇങ്ങനെയാക്കി, അതായത് ദേവതയാക്കി മാറ്റിയിട്ട് പോയതാണ്. പിന്നീട് നിങ്ങൾ എന്തായി? ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പരചിന്തനത്തിന്റെ വാർത്താവിനിമയം നടത്തി വായുമണ്ഡലം ചീത്തയാക്കരുത്. ഏകാന്തമായിരുന്ന് സത്യമായ പ്രിയതമയായി തന്റെ പ്രിയതമനെ ഓർമ്മിക്കണം. 2. ഒരിക്കലും കരയില്ല എന്ന് സ്വയം പ്രതിജ്ഞയെടുക്കണം. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിയില്ല. സർവീസബിളായ ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നവരുമായി മാത്രം കൂട്ടുകൂടണം. തന്റെ രജിസ്റ്റർ വളരെ നല്ലതാക്കി വെക്കണം. വരദാനം: തന്റെ ശക്തിശാലിയായ മനോവൃത്തിയിലൂടെ മനസാ സേവനം ചെയ്യുന്ന വിശ്വ കല്യാണക്കാരിയായി ഭവിക്കട്ടെ. വിശ്വത്തിലെ പിടയുന്ന ആത്മാക്കൾക്ക് വഴി കാണിച്ചു കൊടുക്കാനായി സാക്ഷാൽ ബാബയ്ക്ക് സമാനം ലൈറ്റ് ഹൌസ്, മൈറ്റ് ഹൌസ് ആയി മാറൂ. ഓരോ ആത്മാക്കൾക്കും എന്തെങ്കിലും നൽകണം എന്ന ലക്ഷ്യം വെക്കണം. അത് മുക്തിയോ ജീവൻ മുക്തിയോ ആകാം. സർവരെ പ്രതിയും മഹാദാനി വരദാനികളായി മാറൂ. ഇപ്പോൾ താങ്കൾ സ്വന്തം സ്ഥാനത്തെ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരേ സ്ഥാനത്തിരുന്നു കൊണ്ട്
മനസാശക്തിയിലൂടെയും വായുമണ്ഡലത്തിലൂടെയും വൈബ്രേഷനിലൂടെയും വിശ്വസേവനം ചെയ്യൂ. ഇങ്ങനെ ശക്തിശാലിയായ വായുമണ്ഡലം സൃഷ്ടിക്കുന്നത്ര പവർഫുൾ ആയ മനോസ്ഥിതി ഉണ്ടാക്കണം. അങ്ങനെയുള്ളവരെയാണ് വിശ്വകല്യാണക്കാരി ആത്മാക്കൾ എന്ന് വിളിക്കുക. സ്ലോഗൻ: അശരീരി സ്ഥിതിയുടെ എക്സസൈസിലൂടെയും വ്യർത്ഥ സങ്കല്പങ്ങളാകുന്ന ഭക്ഷണത്തിൽ പഥ്യം വയ്ക്കുന്നതിലൂടെയും സ്വയത്തെ ആരോഗ്യവാന്മാരാക്കി മാറ്റാം. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരങ്ങളെ തന്റേതാക്കി മാറ്റൂ. ഇപ്പോൾ പ്രഭാഷണങ്ങൾക്കുള്ള പുതിയ പ്ലാനുകൾ ഉണ്ടാക്കൂ. വിശ്വശാന്തിയെക്കുറിച്ചുള്ള അനേകം പ്രസംഗങ്ങൾ നടത്തിക്കഴിഞ്ഞു. എന്നാൽ ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മിക ശക്തി എന്നാൽ എന്താണ്, ഇതിന്റെ ഉറവിടം ആരാണ് എന്നീ സത്യങ്ങളെ സഭ്യതയോടെ പ്രത്യക്ഷമാക്കൂ. ഭഗവാന്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാവരും മനസ്സിലാക്കട്ടെ. അമ്മമാർ വളരെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. സമയം വരുമ്പോൾ അച്ഛനിലൂടെ മകന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നതുപോലെ മകനിലൂടെ അച്ഛന്റെ പ്രത്യക്ഷതയും ഉണ്ടാകണം. അപ്പോൾ പ്രത്യക്ഷതയുടെ കൊടി പാറാൻ തുടങ്ങും. ഓം ശാന്തി.